ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചലഞ്ചർ ആപ്പ്. ഞാൻ രാജേശ്വരി വിനോദ്. അങ്ങനെ നമ്മുടെ മോർണിംഗ് ചലഞ്ച് കുറച്ച് നാളത്തേന് ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. കേട്ടറ്റിൻ്റെ എക്സാം ഒക്കെ വന്ന് തിരക്കൊക്കെ ആയതുകൊണ്ട്. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടതിൽ ഒരുപാട് പേര് അത് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലായി. വളരെ സന്തോഷം. തീർച്ചയായും നമ്മൾ മോർണിംഗ് ചലഞ്ചുമായിട്ട് ഇനിയൊരു പുനരാരംഭം ഇവിടെ തുടങ്ങുകയാണ്. സൈക്കോളജി മാത്രമല്ല, എല്ലാ വിഷയങ്ങളുടെയും തന്നെ ഉണ്ടാവും. ഇനി വരുന്ന 5 ദിവസം അടുപ്പിച്ച് സൈക്കോളജി തന്നെയാണ്. അതിൽ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസേ ഇടുന്നുള്ളൂ. ഒന്ന് സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടല്ലോ, സ്റ്റാർട്ടിംഗ് ട്രബിൾ ഒന്ന് മാറിക്കഴിയുമ്പോഴത്തേന് സെറ്റ് ആകാം. അതിൻ്റെ കൂടെ നമുക്ക് പഠിക്കാനുള്ള LP UP റിലേറ്റഡ് ആയിട്ടുള്ളതും അതായത് ഈ കേട്ടിട്ട് സിലബസിൻ്റെ ഒരു വൈഡ് ഫോമാണ് LP UP എന്ന് പറയുന്നത്. അപ്പോൾ EVS പരിസ്ഥിതി പഠനം നമുക്ക് പഠിക്കാനുള്ള ഒരു സബ്ജക്റ്റാണ്. സോഷ്യൽ സയൻസ് നമുക്ക് പഠിക്കാനുള്ളതാണ്. അപ്പോൾ കേട്ടിട്ടുകാർക്കും കൂടെ പ്രയോജനകരമാകുന്ന രീതിയിൽ നമുക്ക് വീഡിയോസ് ഇനി മുന്നോട്ട് പോകാം. അപ്പോൾ മോർണിംഗ് ചലഞ്ച് ഇനി വരാൻ പോകുന്ന 5 ദിവസം സൈക്കോളജി തന്നെയാണ്. അത് കഴിഞ്ഞാൽ ബാക്കിയുള്ള സബ്ജക്റ്റുകൾ നമുക്ക് സമയം കിട്ടുന്നത് പോലെ എടുത്തിടാം. അപ്പോൾ എല്ലാ ദിവസവും ഇനി ചലഞ്ച് ഉണ്ടാവും കേട്ടോ. ഇനി ഇത് തുടങ്ങുമ്പോൾ നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് നിങ്ങളിൽ എത്തുന്നത്, ഇനിയുള്ള എല്ലാ ദിവസങ്ങളിലും മോർണിംഗ് ചലഞ്ച് ഉണ്ടാവും. കൃത്യമായി പങ്കെടുക്കുക. ഒരു 10 ദിവസം കഴിയുമ്പോൾ നമുക്ക് റിവിഷനും കാര്യങ്ങളും എല്ലാം കണ്ടക്ട് ചെയ്യാം. ഓക്കെ DS. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് തുടങ്ങാം. ഈ കേട്ടറ്റിൻ്റെ എക്സാം ഒരു ടൈറ്റ്നസ്സും വന്നതുകൊണ്ടാണ് നിർത്തിക്കളഞ്ഞത്. അത് ആദ്യമേ തന്നെ ക്ഷമ ചോദിക്കുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ക്രിയാഗവേഷണം എന്ന പദം ആദ്യമായി രൂപപ്പെടുത്തിയത് ആരാണ്? ക്രിയാഗവേഷണം എന്ന പദം നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ സ്റ്റീഫൻ എം കോറിയാണ് ഉള്ളിലേക്ക് വരുന്ന ഒരു വ്യക്തി, അല്ലേ? അപ്പോൾ ക്രിയാഗവേഷണം എന്ന പദം ഏറ്റവും ആദ്യമായി രൂപപ്പെടുത്തിയത് കർട്ട് ലെവിനാണ്. ഓക്കെ, ക്രിയാഗവേഷണം അഥവാ ആക്ഷൻ റിസർച്ച്. എന്താണ് ആക്ഷൻ റിസർച്ച്? നമുക്കറിയാം, നമ്മുടെ ക്ലാസ് മുറിയിലെ ഒരു കുട്ടിയുടെ പ്രശ്നത്തിനെയാണ് നമ്മൾ പരിഹരിക്കുന്നതെങ്കിൽ അതിനെ ഏകവ്യക്തി പഠനം അഥവാ കേസ് സ്റ്റഡി എന്നാണ് പറയുക. എന്നാൽ നമ്മുടെ ക്ലാസ്സിൽ, ഞാനൊരു മലയാള അധ്യാപിക, എൻ്റെ ക്ലാസ്സിലിരിക്കുന്ന കുട്ടികളെ 30 കുട്ടികളിൽ ഒരു 22 പേരിലും കയ്യക്ഷര തെറ്റുകൾ എനിക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചു. അങ്ങനെയെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി എൻ്റെ ക്ലാസ് റൂമിൽ ഒട്ടാകെയുള്ളൊരു പ്രശ്നമാണ്, ആ പ്രശ്നത്തിനെ എനിക്ക് പരിഹരിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അതിനുപയോഗിക്കുന്ന രീതിയാണ് ക്രിയാഗവേഷണം അഥവാ ആക്ഷൻ റിസർച്ച്. ഈ ആക്ഷൻ റിസർച്ച് എന്ന പദം ഏറ്റവും ആദ്യമായി രൂപം കൊടുത്തത് കർട്ട് ലെവിനാണെങ്കിലും 1951 വിദ്യാഭ്യാസ മേഖലയിലേക്ക് സംഭാവന ചെയ്തത് സ്റ്റീഫൻ എം കോറിയാണ്. പക്ഷെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ അതല്ല. ക്രിയാഗവേഷണം എന്ന പദം ആദ്യമായി രൂപപ്പെടുത്തിയത് ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്രിയാഗവേഷണം എന്ന പദം ആദ്യമായി രൂപപ്പെടുത്തിയത് കർട്ട് ലെവിനാണ്. പഠിച്ചു വയ്ക്കാം. അടുത്തത്, അക്കാദമി എന്ന പേരിൽ ഗ്രീക്കിൽ വിദ്യാലയം ആരംഭിച്ച പൗരാണിക തത്വചിന്തകൻ ആരാണ്? ഏതാ പേരിൽ? അക്കാദമി എന്ന പേരിൽ. നമുക്കറിയാം, പ്ലേറ്റോ ഒരു ഒരു രാജകുടുംബത്തിലെ അംഗമായിരുന്നു. സോക്രട്ടീസിന്റെ വാക്കുകളാൽ പ്രചോദിതമായി അദ്ദേഹം തന്റെ രാജകുടുംബമൊക്കെ ഉപേക്ഷിച്ച് സോക്രട്ടീസിന് കീഴിൽ അനുയായിയായി പഠിക്കാൻ വന്നു. സോക്രട്ടീസിന്റെ മരണശേഷം നാട് മുഴുവൻ വാഗ്ബോണ്ട് അലഞ്ഞു തിരിഞ്ഞ് അദ്ദേഹം തിരിച്ചെത്തുകയും തന്റെ ഗുരുനാഥന്റെ ഓർമ്മയ്ക്ക് വേണ്ടി അദ്ദേഹം എന്ത് ചെയ്തു? ഗ്രീസിൽ ഒരു സ്കൂൾ ആരംഭിച്ചു. അതിന്റെ പേരാണ് അക്കാദമി. അപ്പൊ ആരാണ് അക്കാദമി എന്ന വിദ്യാലയം ആരംഭിച്ചത്? പ്ലേറ്റോയാണ്. അക്കാദമി എന്ന പേരിൽ ഗ്രീക്കിൽ വിദ്യാലയം ആരംഭിച്ച വ്യക്തിയാണ് പ്ലേറ്റോ. എന്ന തത്വചിന്തകനാണ് പ്ലേറ്റോ. ഈ പ്ലേറ്റോയുടെ ശിഷ്യനായി അവിടെ പഠിക്കാൻ വന്ന വ്യക്തിയാണ് അരിസ്റ്റോട്ടിൽ എന്ന തത്വചിന്തകനും. രവീന്ദ്രനാഥ് ടാഗോറിന്റെ ഗീതാഞ്ജലി നോബൽ സമ്മാനത്തിന് അർഹമായ വർഷം ഏതാണ്? നമുക്ക് ഇത് എന്തിനാ മിസ് ഈ ക്വസ്റ്റ്യൻ തന്നതെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം, നമ്മുടെ എക്സാമിന് ഫിലോസോഫിക്കൽ ഏരിയയും കൂടിയുണ്ട്. സൈക്കോളജി മാത്രമല്ല, ഫിലോസഫിക്കൽ ഏരിയയും കൂടെ പഠിക്കാനുണ്ട്. അപ്പോൾ ആ ഒരു ഏരിയയിൽ നമുക്ക് പഠിക്കേണ്ടതാണിത്. രവീന്ദ്രനാഥ് ടാഗോറിന്റെ ഗീതാഞ്ജലി നോബൽ സമ്മാനത്തിന് അർഹമായ വർഷം 1913 1913. ഓക്കെ, രവീന്ദ്രനാഥ് ടാഗോറിന്റെ ഗീതാഞ്ജലി നോബൽ സമ്മാനത്തിന് അർഹമായ വർഷം 1913. പഠിച്ചു വയ്ക്കുക. അപ്പം 3 ക്വസ്റ്റ്യൻ. ക്രിയാഗവേഷണം എന്ന പദം ഏറ്റവും ആദ്യമായി ഉപയോഗിച്ചത് കർട്ട് ലെവിനാണ്. 1951 വിദ്യാഭ്യാസ മേഖലയിലേക്ക് സംഭാവന ചെയ്തത് സ്റ്റീഫൻ എം കോറിയാണ്. അക്കാദമി എന്ന പേരിൽ ഗ്രീക്കിൽ വിദ്യാലയം ആരംഭിച്ചതാണ് പ്ലേറ്റോ. പ്ലേറ്റോയുടെ ഗുരുനാഥനാണ് സോക്രട്ടീസ്. പ്ലേറ്റോയുടെ ശിഷ്യനാണ് അരിസ്റ്റോട്ടിൽ. ഓക്കെ, അപ്പൊ അത് സ്പാ എന്ന പേരിൽ സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ എന്ന പേരിലൊന്ന് ഓർത്തു വയ്ക്കുക. രവീന്ദ്രനാഥ് ടാഗോറിന്റെ ഗീതാഞ്ജലി നോബൽ സമ്മാനത്തിന് അർഹമായ വർഷം 1913. അത് കാണാതെ അങ്ങ് പഠിച്ചു വെച്ചോളുക. 1913 രവീന്ദ്രനാഥ് ടാഗോറിന്റെ ഗീതാഞ്ജലി നോബൽ സമ്മാനത്തിന് അർഹമായത് എന്ന് പഠിച്ചു വയ്ക്കുക. ഇനി ഡിസ്കവറി ഓഫ് ചൈൽഡ് എന്ന കൃതി ആരുടെ? ഡിസ്കവറി പഠിച്ചു വെക്കണേ, മറന്നു പോവരുത്.
ഡിസ്കവറി ഓഫ് ചൈൽഡ് മരിയ മോണ്ടിസോറിയുടേതാണ്. ആരുടേതാണ്? മരിയ മോണ്ടിസോറി. ഇന്ദ്രിയ പരിശീലനങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത വ്യക്തിയാണ് മരിയ മോണ്ടിസോറി. ഡിസ്കവറി ഓഫ് ചൈൽഡ് എന്ന കൃതി ആരുടേതാണ്? മരിയ മോണ്ടിസോറിയുടേതാണ് എന്ന് പഠിച്ചു വയ്ക്കുക. അർത്ഥപൂർണമായ ഭാഷാപര പഠനം ആരുടെ? ഇതൊരു പഠന സിദ്ധാന്തത്തിന്റെ പേരാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളിൽ എല്ലാവരും തന്നെ ഉത്തരം പറയും. മീനിങ്ഫുൾ വെർബൽ ലേണിംഗ്, അർത്ഥപൂർണമായ ഭാഷാപര പഠനം അഥവാ മീനിങ്ഫുൾ വെർബൽ ലേണിംഗ്. മക്കളെ, ബി.എഡുകാർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, നമ്മുടെ എക്സാമിന് ക്വസ്റ്റ്യൻ വരിക മലയാളത്തിലാണ്. വളരെ ചുരുക്കത്തിൽ മാത്രമേ നമ്മുടെ ബ്രാക്കറ്റിൽ അതിൻ്റെ ഒരു ഇംഗ്ലീഷ് ടൈം അവർ തരികയുള്ളൂ. അപ്പോൾ ഇത് മലയാളത്തിൽ തന്നെ പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഒരു കാരണവശാലും ഇംഗ്ലീഷിലേക്ക് എനിക്ക് ഇംഗ്ലീഷ് കിട്ടിയാലേ പഠിക്കുകയുള്ളൂ എന്ന് നമ്മളൊരു 2 ആഴ്ച 3 ആഴ്ച ശ്രമിക്കുമ്പോൾ ഈ പദങ്ങൾ പറഞ്ഞു പഠിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അതുമായിട്ട് പരിചിതമാകും. DLEDുകാരെ സംബന്ധിച്ച് ഈസിയാണ്, കാരണം അവരുടെ ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്താണ് LP-UPക്ക് ക്വസ്റ്റ്യൻ വരിക മെയിനായിട്ടും. പിന്നെ അതിനെ ബേസ് ചെയ്താണ് നമ്മൾ പഠിപ്പിക്കും. അതേ കുറച്ചുകൂടെ കണ്ടന്റുകൾ എക്സ്ട്രാ ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ബി.എഡുകാർ ഒരു കാരണവശാലും ഞാൻ ഇംഗ്ലീഷിൽ തന്നെ പഠിക്കുകയുള്ളൂ എന്നൊരു വിചാരത്തിൽ ഇരിക്കരുത്. അതിനെ അങ്ങ് മാറ്റി വയ്ക്കുക. മലയാളത്തിൽ ഒരു 3 ആഴ്ച പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ഈസി ആയിക്കോളൂ കേട്ടോ കുഞ്ഞുങ്ങളെ. അപ്പം അർത്ഥപൂർണമായ ഭാഷാപര പഠനം ആരുടെ? മീനിങ്ഫുൾ വെർബൽ ലേണിംഗ് ആരുടേതാണ്? ഒസുബലിൻ്റെതാണ്. മീനിങ്ഫുൾ വെർബൽ ലേണിംഗ് ആരുടേതാണ്? ഒസുബൽ. മീനിങ്ഫുൾ വെർബൽ ലേണിംഗ് ആരുടേതാണ്? ഒസുബൽ. അർത്ഥപൂർണമായ ഭാഷാപര പഠനം ഒസുബലിൻ്റെതാണ്. ന്യൂറോ ബയോളജിക്കൽ സമീപനത്തിന്റെ വക്താവ് ആരാണ്? ന്യൂറോ ബയോളജിക്കൽ സമീപനം, അതായത് മനഃശാസ്ത്ര ചിന്താധാരകൾ, ഘടനാവാദം, ധർമ്മവാദം, വ്യവഹാരവാദം, വൈജ്ഞാനികവാദം, ജ്ഞാനനിർമ്മിതിവാദം, മനോവിശ്ലേഷണ സമീപനം, സമഗ്രതാവാദം, സാമൂഹിക ജ്ഞാനനിർമ്മിതിവാദം, ന്യൂറോ ബയോളജിക്കൽ സമീപനം. അതായത് ന്യൂറോണുകളുടെ പ്രവർത്തനക്ഷമതയാണ് നമ്മുടെ കാര്യക്ഷമമായ പ്രവർത്തനങ്ങളിലേക്ക് നയിക്കുക. അതായത് പേശി പ്രശ്നങ്ങൾ ഉണ്ടായ പഠന വൈകല്യം ഉണ്ടാവും. പേന പിടിക്കുന്നതിനുള്ള ബുദ്ധിമുട്ട്, ഷൂലൈസ് കെട്ടുന്നതിന് ഒരു ഗ്ലാസ് നമ്മളിങ്ങനെ പിടിച്ചാൽ നമ്മുടെ കൈ ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കും. അതൊക്കെ എന്താണ്? പേശി സംബന്ധമായ പ്രശ്നങ്ങൾ മൂലം സംഭവിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ പേശി പ്രശ്നങ്ങൾ, നാഡീ പ്രശ്നങ്ങൾ, അപ്പം നാഡീ പ്രവർത്തനങ്ങളാണ് മികച്ച വ്യക്തിത്വത്തിലേക്കും അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തനക്ഷമതയ്ക്കും കാരണമാകുന്നത് എന്ന് വിശ്വസിക്കുന്ന സമീപനമാണ് ന്യൂറോ ബയോളജിക്കൽ സമീപനം എന്ന് പറയുന്നത്. ഓക്കെ, ന്യൂറോ ബയോളജിക്കൽ അപ്രോച്ച്. അതായത് സ്ട്രക്ചറലിസം അഥവാ ഘടനാവാദത്തിൽ ഒരു വസ്തുവിന്റെ ഘടന, ഇപ്പം നമുക്കറിയാം ഒരു ബോട്ടില്, ആ ബോട്ടിലിൽ എന്താണ്? ഒരു എക്സാമ്പിൾ കാണിക്കാവേ. അതായത് ഇതൊരു ബോട്ടില്, ഈ ബോട്ടിലിൽ നമ്മൾ പേനയും സ്കെയിലും പെൻസിലും ഒക്കെ ഇട്ടുകൊണ്ട് വരുവോ? ഇല്ല. ഈ ബോട്ടിൽ നമ്മൾ ചോറും കറിയും കൊണ്ടുവരുവോ? ഇല്ല. ഈ ബോട്ടിലിൽ നമ്മൾ എന്താ സാധാരണ എന്തിനായിരിക്കും? ഒന്ന് വെള്ളം ഒഴിക്കാൻ, അല്ലെ എണ്ണ ഒഴിക്കാൻ, അല്ലെ പാല് മേടിക്കാൻ, അങ്ങനെ ലിക്വിഡ് ആയിട്ടുള്ള വസ്തുക്കൾ മാത്രമേ ഈ ബോട്ടിലിൽ നമ്മൾ ഉപയോഗിക്കുകയുള്ളൂ. ഇതിനകത്ത് ബിരിയാണി കിട്ടും എന്ന് പറഞ്ഞാൽ നമ്മൾ പോയി ബിരിയാണി വാങ്ങിക്കോ? ഇല്ല, കാരണം നമുക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു വസ്തുവിൻ്റെ ഘടനയാണ്, ഒരു വസ്തുവിൻ്റെ സ്ട്രക്ചർ, ഒരു വസ്തുവിൻ്റെ ഘടനയാണ് അതിൻ്റെ ധർമ്മത്തെ നിർവഹിക്കുക, അതിൻ്റെ ഫങ്ഷൻ. അപ്പോൾ ഇത് മൂപ്പര് വെള്ളം കൊണ്ടിരുന്ന എന്തുകൊണ്ടാ? ഇതിങ്ങനെ, അത് ചോറ്റുപാത്രത്തിൽ വെള്ളം കൊണ്ടുവരാൻ പറ്റുമോ? ഇല്ല. അപ്പം മൂപ്പത്തി ചിപ്പി ഇതിനകത്ത് മാത്രമേ വെള്ളം കൊടുത്ത് വിടുകയുള്ളൂ. കാരണം എന്താ? ഇതിൻ്റെ സ്ട്രക്ചർ അങ്ങനെ ആയതുകൊണ്ടാണ്. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ ഒരു വസ്തുവിൻ്റെ ഘടനയാണ് അതിൻ്റെ ധർമ്മത്തെ നിർവഹിക്കുക എന്ന് പറയുന്ന സിദ്ധാന്തം ആണ് ഘടനാവാദം. ധർമ്മവാദം എന്ന് പറഞ്ഞാൽ ധർമ്മമല്ല, ധർമ്മത്തിലല്ല, പകരം പഠന പ്രവർത്തനത്തിൽ പരിസ്ഥിതിക്കുള്ള പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നതാണ് ധർമ്മവാദം. സമഗ്രതാവാദം എന്നാൽ പ്രത്യക്ഷണത്തെ അടിസ്ഥാനമാക്കി. ഇപ്പൊ ഞാനും മഴവില്ല് കാണുന്നു, നിങ്ങളും മഴവില്ല് കാണുന്നു. എന്നോട് മഴവില്ലെന്ന് പറഞ്ഞാൽ ദേ ആകാശത്ത് മഴ കഴിഞ്ഞാൽ തെളിഞ്ഞു വരുന്ന ഒരു സാധനം എന്നായിരിക്കും ഞാൻ പറയുക. നിങ്ങൾ പറയുമ്പോഴോ എൻ്റെ കുഞ്ഞിലെ അമ്മ എന്നെ വിളിച്ച് കാണിച്ചു തന്നു, ഞാൻ ഭയങ്കര വിടർന്ന കണ്ണോടുകൂടിയാണ് ഇത് കണ്ടത്. അപ്പൊ വ്യക്തി അധിഷ്ഠിതമായ പഠനമാണ് സമഗ്രതാവാദം. മനോവിശ്ലേഷണത്തിലോ ബാല്യകാല അനുഭവങ്ങളാണ് വ്യക്തിയുടെ വ്യക്തിത്വത്തെ നിർണ്ണയിക്കുന്നതെന്ന് പറയുന്നതാണ് മനോവിശ്ലേഷണ സമീപനം. സിഗ്മണ്ട് ഫ്രോയിഡിന് മനോവിശ്ലേഷണ സമീപനം. ഇനി വൈജ്ഞാനികവാദത്തിലോ അറിവ് സ്വീകരണ പ്രക്രിയ, അറിവ് എങ്ങനെ സ്വീകരിക്കുന്നു. ജ്ഞാനനിർമ്മിതിയിലോ അറിവെങ്ങനെ കണ്ടെത്തുന്നു, അല്ലെങ്കിൽ അറിവെങ്ങനെ നിർമ്മിക്കുന്നു. സ്വയം പഠിതാക്കളെ സൃഷ്ടിക്കുക എന്നതാണ് ഏതിൻ്റെ? ജ്ഞാനനിർമ്മിതിയുടെ അടിസ്ഥാന ഘട്ടം അല്ലെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത്. സാമൂഹിക ജ്ഞാനനിർമ്മിതിയോ സമൂഹവുമായുള്ള ഇടപഴകലിലൂടെ അറിവ് നിർമ്മിക്കുന്ന പ്രക്രിയ വൈഗോട്സ്കിയാണ്. ഇങ്ങനെ ഓരോ വാദത്തിനും ഓരോ ചിന്താധാരയ്ക്കും അതിൻ്റെതായ ഒരു കൺസെപ്റ്റ് ഉണ്ട്, അതിൻ്റെതായ ഒരു
മാനറിസം ഉണ്ട്. അതുപോലെ തന്നെ ന്യൂറോബയോളജിക്കൽ സമീപനത്തിലും പറയുന്നതാണ്. ഇതൊരു നമ്മൾ പൊതുവെ കേൾക്കാത്ത ഒരു സംഭവം. അതാണ് ഞാൻ ഇത്രയും എലാബറേറ്റ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്തത്. എന്താ പറയണത്, ന്യൂറോബയോളജിക്കൽ സമീപനത്തിൽ പറയുന്നത് ഒരു നമ്മുടെ നാഡീ വ്യവസ്ഥയാണ് വ്യക്തിത്വത്തെയും നമ്മുടെ പ്രവർത്തനങ്ങളെയും നിർണ്ണയിക്കുക. രമോണി കാജോൾ ആണ് ആണ് ഇതിന്റെ വക്താവ്. രമോണി കാജോൾ ആണ് ഇതിന്റെ വക്താവ് എന്ന് പറയുന്നത്. ഓക്കെ, കിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്തതാണ് ബാലക സംപ്രത്യക്ഷണ പരീക്ഷ ആരുടെ? ബാലക സംപ്രത്യക്ഷണ പരീക്ഷ ആരുടെ? ചിൽഡ്രൻ അപ്പർസെപ്ഷൻ ടെസ്റ്റ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. ഇതെന്താണ്? ഒരു പ്രക്ഷേപണ തന്ത്രമാണ്. ഒരു പ്രക്ഷേപണ തന്ത്രമാണ് അഥവാ പ്രൊജക്റ്റീവ് ടെസ്റ്റ് ആണ്. പ്രക്ഷേപണ തന്ത്രം അഥവാ പ്രൊജക്റ്റീവ് ടെസ്റ്റ് ആണ് ബാലക സംപ്രത്യക്ഷണ പരീക്ഷ എന്ന് പറയുന്നത്. ഇത് ശരിക്കും ഒരു പ്രൊജക്റ്റീവ് ടെസ്റ്റാണ്. എന്തിനാണ് ഈ പ്രൊജക്റ്റീവ് ടെസ്റ്റ്? ഇപ്പൊ എന്നെ നിരീക്ഷിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഏകദേശം എൻ്റെ ബിഹേവിയർ ഒക്കെ മനസ്സിലാകും. മിസ് ഭയങ്കര ഹൈപ്പറാണ്, അല്ലെ മിസ് ഭയങ്കര ഓവറായിട്ട് സംസാരിക്കുന്ന വ്യക്തിയാണ്, അങ്ങനെയൊക്കെ നിങ്ങൾ പറയും എന്നെക്കുറിച്ച്. പക്ഷെ എൻ്റെ അബോധ മനസ്സിൽ കിടക്കുന്ന സംഗതികൾ എന്താണെന്ന് പിടിച്ചെടുക്കാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ ഒരു വ്യക്തിയുടെ അബോധ മനസ്സിലെ കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ശോധകമാണ് പ്രൊജക്റ്റീവ് ടെക്സ്റ്റുകൾ അഥവാ പ്രക്ഷേപണ രീതികൾ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു വ്യക്തിയുടെ അബോധ മനസ്സിലെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നവയാണ് പ്രക്ഷേപണ രീതികൾ അഥവാ പ്രൊജക്റ്റീവ് ടെസ്റ്റ്. ഇതിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇതൊരു പേന. ഈ പേനയ്ക്കകത്തോട്ട് മഷി നിറച്ചിട്ട് നമ്മളൊരു പേപ്പർ എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു തുണി എടുത്തിട്ട് അവത്തിൽ ഇങ്ങനെ കൊടയുമ്പോൾ എന്ത് സംഭവിക്കും? മഷിത്തുള്ളി വീഴും. എന്നിട്ട് എന്ത് ചെയ്യും? ഈ തുണി അല്ല ഈ പേപ്പറിനെ നമ്മൾ 3-4 മടക്കായിട്ട് എന്ത് ചെയ്യും? മടക്കുമ്പോൾ ഈ മഷി മുഴുവൻ അതിനകത്ത് സ്പ്രെഡ് ആകുമല്ലോ. നമ്മൾ ഒരിടത്തായിരിക്കും ഒഴിക്കുന്നത്, അത് പക്ഷെ അത് സ്പ്രെഡ് ആവും. എന്നിട്ട് നമ്മളത് നിവർത്തിയിട്ട് ഈ പ്രൊജക്റ്റീവ് ടെസ്റ്റ് നടത്തുന്ന ഒരു വ്യക്തിയെ ഒരു മുറിയിലാക്കി, അയാൾ മാത്രമേ മുറി കാണുകയുള്ളൂ, ഈ ചിത്രം അയാളുടെ കയ്യിലോട്ട് കൊടുക്കും. ഇത് അവ്യക്തമായിരിക്കും. പ്രൊജക്റ്റീവ് ടെസ്റ്റിലെ ഈ വസ്തുക്കൾ, അതായത് സ്റ്റിമുലസ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അത് അവ്യക്തമായിരിക്കും, വ്യക്തതയില്ലാത്ത. ഇത്തവണത്തെ കേട്ടറ്റിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, അവ്യക്തമായിരിക്കും എന്നാണ് പറയുന്നത്. പ്രൊജക്റ്റീവ് ടെസ്റ്റിലെ ആ ഒരു ചിത്രം എന്ന് പറയുന്നത് അവ്യക്തമായിരിക്കും. ഈ വ്യക്തിയുടെ അബോധ മനസ്സിലേക്ക് ഈ ചിത്രം ചെല്ലുകയും അയാളുടെ അബോധ മനസ്സിലെ സംഗതികളാണ് ഈ ചിത്രവുമായിട്ട് ഇയാൾ കണക്ട് ചെയ്യുക. എന്നിട്ട് അയാൾ എന്ത് ചെയ്യും? അത് റിലേറ്റഡ് ആയിട്ട് എഴുതും. ആ എഴുതുന്നതിനെയാണ് നമ്മൾ കണ്ടുപിടിച്ച് അയാളുടെ അബോധ മനസ്സിലെ സംഗതികൾ പിടിച്ചെടുക്കുക. അതിനുവേണ്ടി കുട്ടികളുടെ, അതായത് 3 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികളുടെ മാനസികാവസ്ഥകൾ മനസ്സിലാക്കാൻ വേണ്ടി ലിയോപോൾഡ് ബെല്ലാക്ക് ക്രിയേറ്റ് ചെയ്തതാണ് ബാലക സംപ്രത്യക്ഷണ പരീക്ഷ. ലിയോപോൾഡ് ബെല്ലാക്കിന്റെ ക്യാറ്റ് എന്നൊക്കെ ഇങ്ങനെ പിള്ളേർ പറയും. ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ പിള്ളേർ പറയും ബെല്ലാക്കിന്റെ പൂച്ച എന്ന് പറയാറുണ്ട്. ചിൽഡ്രൻ അപ്പർസെപ്ഷൻ ടെസ്റ്റ്. CAT ഒരു ഡാഷ് ആണ്, പൂച്ചയാണെന്ന് എഴുതരുത്. CAT ഒരു പ്രക്ഷേപണ തന്ത്രമാണ്. അതിന്റെ ഉപജ്ഞാതാവ് ബെല്ലാക്കാണ്. ബെല്ലാക്കിന്റെ പൂച്ച എന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തതാണ് എ സ്റ്റഡി ഓഫ് തിങ്കിങ് എന്ന കൃതി ആരുടെ? സ്റ്റഡി ഓഫ് തിങ്കിങ്, അതായത് ചിന്തനം നടക്കുന്നത് 3 ഘട്ടങ്ങളിലൂടെയാണ് ചിന്താ പ്രക്രിയകൾ വികസിക്കുന്നത് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ബ്രൂണർ. അദ്ദേഹത്തിന്റെ 3 വികസന ഘട്ടങ്ങളാണ് പ്രവർത്തന ഘട്ടം, ബിംബന ഘട്ടം, പ്രതിരൂപാത്മക ഘട്ടം. എനാക്റ്റീവ് സ്റ്റേജ്, ഐക്കോണിക് സ്റ്റേജ് ആൻഡ് സിംബോളിക് സ്റ്റേജ് എന്നാണ് പറയുക. 3 ഘട്ടങ്ങളിലൂടെയാണ് എന്ത് നടക്കുന്നത്? ഈ വൈജ്ഞാനിക ചിന്താ പ്രക്രിയ നടക്കുന്നത്. ചിന്താ പ്രക്രിയയുടെ വികസനം എന്ന് പറയുന്നത് 3 ഘട്ടങ്ങളിലൂടെയാണ്. പ്രവർത്തന ഘട്ടം, ബിംബന ഘട്ടം, പ്രതിരൂപാത്മക ഘട്ടം. അപ്പൊ സ്റ്റഡി ഓഫ് തിങ്കിങ് ഒബിയസ്ലി ആരുടെ ആയിരിക്കാം? ബ്രൂണറുടെ കൃതിയാണ്. സ്റ്റഡി ഓഫ് തിങ്കിങ് ബ്രൂണർ. ഞാൻ ഈ എക്സ്ട്രാ പറയുന്ന പോയിന്റുകളൊക്കെ നോട്ട്ബുക്കിൽ എഴുതി വെക്കണം കേട്ടോ. വെറുതെ ഇങ്ങനെ തടിക്ക് കൈയും കൊടുത്ത് ക്ലാസ് കാണരുത്. എക്സ്ട്രാ നോട്ട് പറയുന്നതൊക്കെ എഴുതിയെടുത്തോണം. ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് പല രീതിയിൽ മനസ്സിലാകണം. അപ്പോൾ ആ മനസ്സിലാകുന്ന വസ്തുക്കൾ മനസ്സിലാകുന്ന രീതിയിൽ തന്നെ നോട്ട്ബുക്കിലോട്ട് എഴുതി വയ്ക്കുക. ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കുക എന്നതിലുപരി ആ ആൻസറുമായി ബന്ധപ്പെട്ട എക്സ്ട്രാ എന്ത് പറഞ്ഞാലും അത് നോട്ട്ബുക്ക് നമ്മൾ എത്രമാത്രം ഞാൻ അവിടെ ആ ബുക്കിൽ എഴുതിയിരുന്നില്ല എന്നല്ല, നമ്മൾ എത്രമാത്രം എഴുതുന്നു അത്രമാത്രം നമ്മൾ ബൈഹാർട്ടഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് മക്കളെ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ലൈംഗിക വികസന ഘട്ടങ്ങൾ ആവിഷ്കരിച്ചത് ആര്? നമുക്കറിയാം 5 ലൈംഗിക വികസന ഘട്ടങ്ങളാണുള്ളത്. അപ്പം ഈ 5 ലൈംഗിക വികസന ഘട്ടങ്ങളുടെ വളർച്ച അല്ലെങ്കിൽ ആ വികസനം അത് നമ്മുടെ വ്യക്തിത്വത്തെ നിർണ്ണയിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ വ്യക്തിയാണ് സിഗ്മണ്ട് ഫ്രോയിഡ്. 5 ലൈംഗിക വികസന ഘട്ടങ്ങളാണുള്ളത്. വധനഘട്ടം, പൃഷ്ഠഘട്ടം അഥവാ ഗുദഘട്ടം, ലൈംഗിക അവയവഘട്ടം അഥവാ ഫാളിക് സ്റ്റേജ്,
നിലീനഘട്ടം അഥവാ ലാറ്റൻസി സ്റ്റേജ്, ജനൈറ്റൽ സ്റ്റേജ് അഥവാ ലൈംഗിക ഘട്ടം. ഇങ്ങനെ 5 ലൈംഗിക വികസന ഘട്ടങ്ങളാണുള്ളത് എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് ആര്? സിഗ്മണ്ട് ഫ്രോയിഡ്. അപ്പൊ സിഗ്മണ്ട് ഫ്രോയിഡ് ലൈംഗിക വികസന ഘട്ടങ്ങളാണ് ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ നിർണ്ണയിക്കുന്നതിൽ പ്രധാനമായിട്ടും ബോധമനസ്സ്, ബോധമനസ്സ്, ഉപബോധ മനസ്സ്, ഇത്, ഈഗോ, സൂപ്പർ ഈഗോ, അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ നിർണ്ണയിക്കുന്നതാണ് ഈ 5 ലൈംഗിക വികസന ഘട്ടങ്ങൾ എന്ന് പറയുന്നത്. ഈ 5 ലൈംഗിക വികസന ഘട്ടങ്ങളാണ് വദനഘട്ടം, പൃഷ്ഠഘട്ടം, ലൈംഗിക അവയവഘട്ടം, നിലീനഘട്ടം, ലൈംഗിക ഘട്ടം എന്ന് പറയുന്നത്. ഓക്കെ, പഠിച്ചു വയ്ക്കണേ. സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെതാണ് ലൈംഗിക വികസന ഘട്ടങ്ങൾ. ഐഡന്റിറ്റി ക്രൈസിസ്, 10ാമത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഐഡന്റിറ്റി ക്രൈസിസ് എന്ന പദം ആരുടേതാണ്? ഓക്കെ, ഐഡന്റിറ്റി ക്രൈസിസ് എന്ന പദം K3 എക്സാമിൽ എപ്പോഴും ചോദിക്കുന്നതാണ്. സാമൂഹിക വികസനത്തിന്റെ വക്താവാണ് ആര്? എറിക് എറിസൺ. അദ്ദേഹം 8 ഘട്ട വികസന സിദ്ധാന്തങ്ങൾ ആവിഷ്കരിച്ചു. സാമൂഹിക വികസനം 8 ഘട്ടങ്ങളിലായി ആവിഷ്കരിച്ചു. വിശ്വാസം വേഴ്സസ് അവിശ്വാസം, സാശ്രയത്വം വേഴ്സസ് ലജ്ജ, മുൻകൈയെടുക്കൽ വേഴ്സസ് കുറ്റബോധം, ഊർജ്ജസ്വലത വേഴ്സസ് അപകർഷത, സ്വയം അതായത് റോൾ കൺഫ്യൂഷൻ, സ്വ അവബോധം വേഴ്സസ് റോൾ സംശയങ്ങൾ, ദെൻ ജനറേറ്റിവിറ്റി എന്താണ് ഫ്രണ്ട്ഷിപ്പ് വേഴ്സസ് ഐസൊലേഷൻ, ജനറേറ്റിവിറ്റി വേഴ്സസ് സ്റ്റാഗ്നേഷൻ, സൃഷ്ടി വേഴ്സസ് മുരടിപ്പ് എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ സമഗ്രത വേഴ്സസ് നിരാശ. ഇങ്ങനെ 8 ഘട്ടങ്ങളിലായി സാമൂഹിക വികസനം ആവിഷ്കരിച്ച വ്യക്തിയാണ് എറിക് എറിസൺ. അപ്പൊ അദ്ദേഹം പറയുന്നത് ഈ 8 വികാസ ഘട്ടങ്ങളും 8 പ്രതിസന്ധികളെയാണ് കാണിക്കുന്നത്. ഈ പ്രതിസന്ധികളെ, ഈ ക്രൈസിസുകളെ ഓവർകം ചെയ്യുന്ന വ്യക്തിക്ക് നല്ല രീതിയിൽ സാമൂഹിക വികസനം, ഇപ്പൊ വിശ്വാസം വേഴ്സസ് അവിശ്വാസം, ഒരു കുഞ്ഞിനുണ്ടാകുന്ന, അതായത് ബർത്ത് മുതൽ 18 മാസം വരെയുള്ള കാലഘട്ടമാണ് വിശ്വാസം വേഴ്സസ് അവിശ്വാസം. തൻ്റെ എൻവയോൺമെന്റിനെ വിശ്വസിക്കുക, തൻ്റെ അച്ഛൻ, തൻ്റെ എൻവയോൺമെന്റ്, തൻ്റെ അമ്മ, തൻ്റെ വീട്ടുകാര്, തൻ്റെ കുടുംബക്കാര്, അച്ചാമ്മ, അച്ചാച്ചൻ, അപ്പൂപ്പൻ, അമ്മൂമ്മ എന്ന് വേണ്ട ഇളയമ്മ, ഇങ്ങനെയുള്ള കുറേ ആൾക്കാരെ കുട്ടി കാണുകയും അവരോടുള്ള ഒരു വിശ്വാസം മനസ്സിൽ ഉടലെടുക്കുകയാണ്. എന്നാൽ കുട്ടിക്ക് വേണ്ടത്ര പരിഗണന ആ 18 മാസത്തിനുള്ളിൽ കിട്ടിയില്ലെങ്കിലോ അവന് കാണുന്നതെല്ലാം അവിശ്വാസമായി മാറും. അവൻ പിന്നെ ഒരു മൂഡ് സ്വിങ് ആയിട്ട് മാറും. അതായത് നമ്മൾ വിളിക്കുമ്പോൾ കുട്ടി വരില്ല. ചില കുഞ്ഞുങ്ങളെ നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാവും, നമ്മൾ വിളിക്കുമ്പോഴത്തേനും കുട്ടി ഇങ്ങനെ അമ്മയുടെ അരികിലേക്കോ അച്ഛൻ്റെ അരികിലേക്കോ മാത്രം ഒതുങ്ങും. കാരണം ചിലപ്പോൾ അവന് കിട്ടുന്ന അവിശ്വാസത്തിന്റെ പ്രോബ്ലം കൊണ്ടായിരിക്കാം. അങ്ങനെ വിശ്വാസം വേഴ്സസ് അവിശ്വാസം മുതൽ സമഗ്രത വേഴ്സസ് നിരാശ വരെ 8 ഘട്ടങ്ങളിലായി സാമൂഹിക വികസനം തുടക്കമിട്ട വ്യക്തിയാണ് എറിക് എറിസൺ. അദ്ദേഹമാണ് ഐഡന്റിറ്റി ക്രൈസിസ്, അതായത് ഈ ഓരോ ഘട്ടങ്ങളും ക്രൈസിസിനെയാണ് കാണിക്കുന്നത്. ഓരോ വ്യക്തിയും അതിനെ ഓവർകം ചെയ്ത് എങ്ങനെ വരുന്നു എന്നുള്ളതിനാണ് പ്രാധാന്യം. അപ്പൊ ആരുടെയാണ്? എറിക് എറിക്സൺ. പഠിച്ചോ മക്കളെ? 8 ക്വസ്റ്റ്യൻ ആൻസർ പഠിച്ചു എന്ന് വിചാരിക്കുന്നു. ഞാൻ കുറച്ച് എക്സ്പ്ലനേഷനും കൂടെ തന്നിട്ടുണ്ട് ഓരോന്നിൻ്റെതും, അതുകൂടെ എടുത്തു വെച്ചിട്ടൊന്ന് പഠിക്കുക കേട്ടോ. ക്ലിയർ അല്ലേ? 10 ക്വസ്റ്റ്യൻ, ഞാൻ 10 ക്വസ്റ്റ്യൻ എടുത്തിട്ടുള്ളൂ, അധികം ഒന്നും എടുത്ത് ഞാൻ പറഞ്ഞില്ല, ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ എനിക്കും ഉണ്ട്. അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് സെറ്റായി വരണം. നിങ്ങളും സെറ്റ് ആവണം, ഞാനും സെറ്റ് ആവണം. അപ്പോൾ മോർണിംഗ് എല്ലാ ദിവസവും വെയിറ്റ് ചെയ്തോളൂ. ഇനി അങ്ങോട്ട് മുടങ്ങത്തില്ല. ഇനി എന്തെങ്കിലും പനിയോ കച്ചേരിയോ ഒക്കെ വന്നാൽ മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒരു കാരണവശാലും മോർണിംഗ് ചലഞ്ച് നമ്മൾ വിടില്ല. നിങ്ങൾ ഇത്രയും എക്സ്പെക്ടേഷൻ ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. ആക്ച്വലി ഭയങ്കര സന്തോഷമുണ്ട് മക്കളെ, കാരണം നിങ്ങൾക്കിത് പ്രയോജനം ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾ അറിയിച്ചു കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായും നമ്മൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. തീർച്ചയായും ഈ സപ്പോർട്ട്, നിങ്ങൾ ഇങ്ങോട്ട് തരുന്ന സപ്പോർട്ടിന് ഡബിൾ അല്ലെ ട്രിപ്പിൾ ആയിട്ട് തിരിച്ചു തരും. തീർച്ചയായിട്ടും ഓരോ സബ്ജക്റ്റും കൊണ്ടുവരാം. സോഷ്യൽ സയൻസും മാത്സ് നമുക്ക് പാവമ്പനെ കൊണ്ടൊക്കെ എടുപ്പിക്കാം. അപ്പോൾ അങ്ങനെ മോർണിംഗ് ചലഞ്ചിൽ ഒരു 2 ദിവസമൊക്കെ മാത്സും കയറ്റി വിടാം. തീർച്ചയായിട്ടും നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട്. ഇത് തരുന്ന വെറും വാക്കല്ല, പ്രവൃത്തിയിലൂടെ തന്നെ ഞങ്ങൾ തെളിയിച്ച് കാണിക്കും. തീർച്ചയായും കേട്ടിട്ട് നമുക്കൊരു വിജയമാക്കാൻ പറ്റി. അതുപോലെ ഈ വരുന്ന LP UPയും നിങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ തീർച്ചയായും നമുക്കിതൊരു വിജയമാക്കി മാറ്റാം. അപ്പോൾ അടുത്ത മോർണിംഗ് ചലഞ്ചുമായി വരും ദിവസങ്ങളിൽ കാണാം. താങ്ക് യു സോ മച്ച്.